ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നന്മ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി ചാലഞ്ച് നടത്തിയത്. ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുള്ള ശ്രേയസിൻ്റെ അയൽക്കൂട്ടമായിരിക്കുന്ന നന്മ അയൽക്കൂട്ടം, മുതുവത്ത് ഉള്ള അയൽക്കൂട്ടം പ്രത്യേകം അവരുടെ ഒരു കൈത്താങ്ങ് വയനാടിന് നൽകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ, അവരൊക്കെ സാധാരണ രീതിയിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു പറ്റം ആളുകളാണ്. പക്ഷെ അവരുടെ വിശാലമായ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അവർ എല്ലാ ദിവസവും പണിയെടുത്ത് അധ്വാനിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നൽകുമ്പോൾ, അത് വയനാടിന് നൽകുമ്പോൾ അത് ചെറിയ തുകയായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത ഒരു നന്മയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ബിരിയാണി ചലഞ്ച് നടത്താനായിട്ട് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് അവരതിനു വേണ്ടി ഒരുപാട് ത്യാഗം ഏറ്റെടുത്തു. അവരുടെ പണി കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ച് ബിരിയാണി കൊടുക്കാനായിട്ടുള്ള ആളുകളെ അവർ കണ്ടെത്തുകയും തീർച്ചയായിട്ടും അതൊരു വലിയ വിജയമായിട്ട് ഇന്ന് മാറുകയും ചെയ്തിരിക്കുകയാണ്. അതിന് പൂർണ്ണമായി എല്ലാവരും, ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതിൽ പൂർണ്ണമായിട്ടും പങ്കുചേർന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വലിയ വലിയ സമ്പന്നരായ ആളുകളൊക്കെ വയനാട്ടിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് വിധവയുടെ കാണിക്ക പോലെയുള്ള ഒരു അനുഗ്രഹീതമായ ഒരു കാഴ്ചവെപ്പാണ്, ഒരു സഹായമാണിത്. കാരണം വലിയ ആളുകളൊക്കെ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ ചാരിറ്റി, നിർബന്ധമായും കൊടുക്കേണ്ട ഒരു ചാരിറ്റി എന്നൊരു ഭാഗം കൊടുക്കുമ്പോൾ, ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും വലിയ ഹൃദയമാണ് വയനാടിന് വേണ്ടി ഇപ്പോൾ സമ്മാനിക്കുക. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ ഒരുപാട് ആളുകളുണ്ടാകണം. ഈ അയൽക്കൂട്ടത്തിൽ തന്നെയാണ് റോബിൻ എന്ന് പറയുന്ന ഒരു അംഗം നമ്മുടെ വയനാടിൻ്റെ ദുരന്തമുഖത്തേക്ക് ആ ദിവസങ്ങളിൽ തന്നെ കടന്നു പോവുകയും ആ ദുരിതം അനുഭവിക്കുന്നവരെ ആ ദുരന്ത ഭൂമിയിലായിരുന്നു അവരെ സഹായിക്കുകയൊക്കെ ചെയ്തത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അവരെ പ്രത്യേകം അറിയിക്കുകയാണ്. ഒരുപാട് നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ശ്രേയസിലൂടെ, ഈ അയൽക്കൂട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാനായിട്ട് സാധിക്കുക. അവർക്കൊക്കെ പ്രത്യേകം പ്രോത്സാഹനം നൽകുന്നു. ഇതൊരു പൊതു സമൂഹത്തിന് എപ്പോഴും മാതൃകയാകണം. ഇതുപോലെ സംഘം പ്രസിഡന്റ് റോബിൻ, സെക്രട്ടറി സിജോ, PRO സാജൻ, യൂണിറ്റ് UDO മഞ്ജു ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.